എന്നിട്ട് വീണ്ടും നമ്മളുടെ പരിപാടികളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഷെയർ ചെയ്തുതരാം. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വരിക അത് കാണിച്ചു തരിക. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? ഒരു സെക്കൻഡ്, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കോ. നമ്മൾ ഇത്രയും സമയം പഠിച്ചതിനകത്തൊക്കെ ഒറ്റ സിലിണ്ടർ ഉണ്ടായിട്ടുള്ളൂ അല്ലെ, ഒരു സ്പിയറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം തൊട്ട് 2 ഉണ്ട്. ഓക്കെ, 2 വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കണ്ടേ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെക്കുക. ഈ ഫിഗർ ജസ്റ്റ് റഫായിട്ടല്ല, വൃത്തിക്ക് തന്നെ അത്യാവശ്യം വലുപ്പത്തിൽ വരക്കുക. ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വലുപ്പം എടുത്തിനല്ലോ, അതേപോലെ തന്നെ നിങ്ങളും അത്യാവശ്യം നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത്, നോട്ട് ബുക്കിന്റെ അകത്ത് കുറച്ച് വലുപ്പത്തിലൊക്കെ ഒന്ന് വരച്ചു വെച്ചേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ബാക്കി പരിപാടികളിലേക്ക് നീങ്ങാം. ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെച്ചോ. ക്വസ്റ്റ്യൻ വായിക്കാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. 2 cylinders of weight 400 Newton and 200 Newton with radius 2 meter and 1 meter rest in a horizontal channel having vertical walls and base width 5.6 meter as shown in figure. Find the reaction at A, B and D. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വെച്ചാൽ 2 cylinders തന്നിട്ടുണ്ട്. We are given with 2 cylinders. 2 cylinders is having a radius of 2 meter and 1 meter. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ അറിയാം ഏതിനായിരിക്കും 2 meter റേഡിയസ് ഉണ്ടാവുക. റെഡ് കളർ എടുക്കാം. സോ ഇതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഇത് എത്രയായിരിക്കും? 2 meter ആയിരിക്കും. അതേപോലെ തന്നെ നെക്സ്റ്റ് ഇതായിരിക്കും സ്വാഭാവികമായിട്ട് 1 meter. ക്വസ്റ്റ്യനിൽ അത് നമുക്ക് മാർക്ക് ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഏകദേശം നമ്മൾ സാമാന്യ ബുദ്ധി വെച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അല്ലെ, ഏതിനായിരിക്കും 2 meter ഉണ്ടാവുക, ഏതിനായിരിക്കും 1 meter റേഡിയസ് ഉണ്ടാവുക. അപ്പൊ അത് നമുക്ക് സാമാന്യ ബുദ്ധി വെച്ച് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് അത് പ്രശ്നമൊന്നുമില്ല. റെസ്റ്റ് ഇൻ എ ഹൊറിസോണ്ടൽ ചാനൽ ഹാവിങ് വെർട്ടിക്കൽ വാൾസ്, അതായത് ഒരു ഹൊറിസോണ്ടൽ ചാനലിൽ ഉണ്ട്, അതിന്റെ 2 വെർട്ടിക്കൽ വാൾസ് ഉണ്ട്. വെർട്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്, പട്ടീന്റെ വാലിനെ പറ്റി അടിക്കുക, അതിങ്ങനെയായിരിക്കും നിൽക്കുക, വെർട്ടിക്കൽ ആകും. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഈ 2 സിലിണ്ടറും നിൽക്കുകയാണ്. ബേസ് വിഡ്ത്ത് 5.6 മീറ്റർ അത് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ചാനലിന്റെ ഈ ബേസിന്റെ വിഡ്ത്ത് എന്ന് വെച്ചാൽ ഇവിടുന്ന് തൊട്ട് ഇങ്ങത്തോളം വരെയുള്ള ദൂരം 5.6 മീറ്റർ. അതിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഫിഗറിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പം അതും തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളതെന്ന് വെച്ചാൽ ഫൈൻഡ് ദ റിയാക്ഷൻസ് അറ്റ് എ, ബി ആൻഡ് ഡി. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ അറിയാം ഇത് ഇക്വിലിബ്രിയത്തിലാണുള്ളത് അല്ലെ. ഈ ബോഡി അങ്ങോട്ടേക്ക് മൂവ് ചെയ്യില്ല, കാരണം ഒരു പാത്രത്തിന്റെ അകത്ത് ഇട്ട് വെച്ചിട്ടാണുള്ളത്. സോ ബാക്കിയുള്ള പരിപാടികളിലേക്ക് നീങ്ങുന്നതിനെക്കാട്ടി മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഏതൊക്കെ ഫോഴ്സസ് ഇവിടെ ഉണ്ടാവും നമ്മൾ മാർക്ക് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് തന്നെ ഉള്ളത് എന്തായാലും വെയിറ്റ് ആയിരിക്കും. പക്ഷെ എനിക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്ന പ്രകാരം വെയിറ്റ് എങ്ങോട്ടേക്കാണ് വെറുതെ ഇങ്ങനെ എഴുതി തരുകയുള്ളൂ അല്ലെ. 400 ന്യൂട്ടണെന്നും 200 ന്യൂട്ടണെന്നും എനിക്ക് സിംപ്ലി ഒരു ഏതാണോ 400 ഏതാണ് 200 എന്ന് മാത്രമേ എത്തുന്നുള്ളൂ.
പക്ഷെ നമുക്കറിയാം വെയിറ്റ് എപ്പോഴും എങ്ങോട്ടേക്കായിരിക്കും ആക്ട് ചെയ്യുക? വെയിറ്റ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടേക്കായിരിക്കും? സെന്ററിന് താഴത്തേക്ക്, നിലത്തോട്ട് കുത്തനെ താഴത്തേക്കായിരിക്കും എപ്പോഴും വെയിറ്റ് ആക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യണ്ട, നിങ്ങൾ എഴുതിയ ആ ഫിഗറിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതായിരിക്കും എത്തുന്നത് 400 ന്യൂട്ടൺ. നെക്സ്റ്റ് 200 ന്യൂട്ടൺ. 200 ന്യൂട്ടൺ അങ്ങോട്ടേക്കായിരിക്കും, ഇങ്ങോട്ടേക്കായിരിക്കും അല്ലേ? ദാറ്റ് ഈസ് 200 ന്യൂട്ടൺ. അപ്പം നമ്മൾ ഫോഴ്സസ് ആദ്യം വെയിറ്റ് ആദ്യം മാർക്ക് ചെയ്തു. ഇനി എന്തൊക്കെയാണുള്ളത്? ഇത് ആരെയൊക്കെ തൊട്ട് നിൽക്കുന്നുണ്ട് നോക്കുക. ഈ ഒന്നാമത്തെ ഫിഗർ, ഇത് ഫിഗർ നമ്പർ 1 ആണെന്ന് കൺസിഡർ ചെയ്ത് ഫിഗർ നമ്പർ 2 ആണെന്ന് കൺസിഡർ. ഒന്നാമത്തെ ഫിഗർ ആരെയൊക്കെ തൊട്ടിട്ടുണ്ട്? എ എന്ന് പറഞ്ഞ സ്ഥലത്ത് തൊട്ടിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞ സ്ഥലത്ത് തൊട്ടിട്ടുണ്ട്, സി എന്ന് പറഞ്ഞ സ്ഥലത്ത് തൊട്ടിട്ടുണ്ട്. തൊട്ട് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് അവിടെ നിന്നൊക്കെ എന്ത് കിട്ടും? റിയാക്ഷൻ കിട്ടും. അപ്പൊ നമുക്ക് റിയാക്ഷൻസ് ഒക്കെ റെഡ് കളറിൽ മാർക്ക് ചെയ്യാം. ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് തൊട്ടതനുസരിച്ച് അങ്ങോട്ടേക്കായിരിക്കും റിയാക്ഷൻ ഉണ്ടാവുക, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് അല്ലേ? അപ്പൊ ഇവിടുത്തെ റിയാക്ഷൻ വിൽ ബി ലൈക്ക് ദിസ്. റിയാക്ഷൻ അറ്റ് എ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ പേരിട്ട് കൊടുക്കുകയാണ് RA. റിയാക്ഷൻ അറ്റ് എ, RA എന്ന് കൊടുത്തു. നെക്സ്റ്റ് ഉള്ളത് ഈ സി എന്ന് പറഞ്ഞ പോയിന്റ് തൊട്ട് നിൽക്കാന്ന്. പക്ഷെ അങ്ങനെ ആരെയാ തൊട്ടത്? ഓനെയാണ് തൊട്ടിട്ടുള്ളത്. അപ്പൊ ഓ ഇങ്ങോട്ടേക്കല്ലേ എപ്പോഴും റിയാക്ഷൻ കൊടുക്കുക. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്യാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു റിയാക്ഷൻ, അതിന്റെ പേരെന്തായിരിക്കും? RC. സി എന്ന് പറഞ്ഞ പോയിന്റിലല്ലേ തൊട്ടിട്ടുള്ളത്, അപ്പോൾ RC കഴിഞ്ഞ. ഇനി മറ്റൊന്നും കൂടെ ഉണ്ട്. ബി എന്ന് പറഞ്ഞ പോയിന്റിൽ അടിഭാഗത്ത് തൊട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും, ഒരു റിയാക്ഷൻ ഉണ്ടാവും. അതിന്റെ പേര് വിൽ ബി RB. കഴിഞ്ഞില്ലേ? ഈ ഒരു ഫിഗറിന്റെ നമ്മൾ മൊത്തം സെറ്റപ്പും വരച്ചു കഴിഞ്ഞു. വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രീ ബോഡി ഡയഗ്രാം എടുത്ത് വരക്കലാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ പ്രൊസീജിയറെ. അപ്പം ഞാൻ ഒരു ഫിഗർ വരച്ചു. സോ വരച്ചത് കൊണ്ട് ഞാൻ അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാൻ വേണ്ടി പോവാം. ഈ ഫിഗറിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഫ്രീ ആയിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി ആ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുന്നതാണ് ഫുൾ റെഡ് കളർ ഫോഴ്സസ് ആണുള്ളത്. സെന്ററിന്ന് താഴോട്ടേക്ക് there will be weight acting and the value is 400 Newton. Next RA, that is from left to right. ഇങ്ങോട്ടേക്ക് there is another force. The value of that force is RA. എനിക്ക് എക്സാക്ട് വാല്യൂ എത്രയാണെന്ന് അറിയില്ല, തൽക്കാലം RA എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഒന്ന് താഴത്തുനിന്ന് മുകളിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. മുകളിലേക്കൊരു ഫോഴ്സ് and the value is RB, reaction at B. കഴിഞ്ഞില്ല, ഫൈനൽ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയും അല്ലേ? അവസാനമായിട്ട് ഒരാളും കൂടി ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നത്. അത് ഞാൻ വരച്ചു. ആൻഡ് ദ നെയിം ഈസ് RC. കഴിഞ്ഞില്ലേ? ഈ ഒരു ഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മൾ വരച്ചു. ഈ ഒരു ബോഡി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരച്ചു. വരച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ ഞാൻ എന്ത് ചെയ്തോളാം, X ആക്സിസും Y ആക്സിസും അവിടെ വെറുതെ വരച്ചു കൊടുക്കുക. ഓക്കെ, ഡോട്ടഡ് ലൈൻസ് ആയിട്ടാണ് ശരിക്കും വരക്കേണ്ടത്. എനിക്ക് ഇതിനകത്ത് ഡോട്ടഡ് ലൈൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മെയിൻ ലൈൻ ആയിട്ട് തന്നെ ഈ യെല്ലോ കളർ ലൈൻ വരച്ചത്. പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അടുത്ത ബോഡിയിലേക്ക് പോവാണേ. ഈ ബോഡീൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പം ഞാനത് മൊത്തം വായിച്ചു, ഇത് മൊത്തം ചെയ്തു. ഇത് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പെൻസിലിനെ കൊണ്ടാണ്. അപ്പോൾ അത് പെൻസിലിനെ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പരിപാടികളൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാനിത് പെൻസിലിനെ കൊണ്ട് എഴുതിയെന്ന് ഇരിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് മായ്ച്ചു കളഞ്ഞു. എൻ്റെ ഇടയ്ക്ക് ഇവിടെയുള്ള സാധനങ്ങൾ അവിടെ തന്നെ ഉണ്ട്, പ്രശ്നമില്ല. ഓക്കെ, അപ്പം ഞാൻ രണ്ടാമത്തെ ഫോഴ്സ് എടുത്തു.
രണ്ടാമത്തെ ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആക്ട് ചെയ്യുന്ന ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് അവിടെ ആക്ട് ചെയ്യുന്ന സാധനങ്ങൾ മാർക്ക് ചെയ്യാം. ഗ്രീൻ കളർ ലൈൻ എടുക്കുന്നത്. സോ ആദ്യം ഞാൻ ഈ ഫിഗറിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? ഇതിന്റെ വെയിറ്റ് വിൽ ബി ആക്ടിങ് ഡൗൺവേർഡ്സ്. വാട്ട് വാസ് ദ വാല്യൂ ഓഫ് ദറ്റ് വെയിറ്റ്? 200 ന്യൂട്ടൺ. കഴിഞ്ഞില്ല. ഇനി ഇത് ആര് ടച്ച് ചെയ്തിട്ടുണ്ട്? ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റും സി എന്ന് പറഞ്ഞ പോയിന്റിനെ ടച്ച് ചെയ്തിട്ടാണുള്ളത്. സോ എല്ലാ സ്ഥലത്തു നിന്നും എന്തുണ്ടാവും? ഓരോ റിയാക്ഷൻസ് ഉണ്ടാവും. ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഈ ബോഡിയിലേക്ക് ഇങ്ങനെയാണ് റിയാക്ഷൻ കിട്ടുക. റിയാക്ഷൻ എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? നമ്മൾ ആരെയാണോ തൊട്ട അടിക്കുന്നത് ഇങ്ങോട്ടേക്കാ കിട്ടുക. സോ ആർ ഡി മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഇത് വേറെ ആര് തൊട്ടിട്ടുണ്ട്? സി എന്ന് പറഞ്ഞ പോയിന്റിൽ തൊട്ടിട്ടുണ്ട് ഇവിടുന്ന്. സോ അവിടെ എന്തുണ്ടാവും? ദർ വിൽ ബി ആൻ റിയാക്ഷൻ. അത് ഇങ്ങോട്ടേക്കായിരിക്കും എപ്പോഴും. ആൻഡ് ദ വാല്യൂ വിൽ ബി ആർ സി. സെയിം ആയിരിക്കും. നേരത്തെ നമ്മൾ ചെയ്ത ഈ ആർ സി തന്നെയാണ് ഈ ആർ സിയും. കാരണം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ട് ചെയ്തിട്ട് അത് ക്യാൻസൽ ആയി പോകുന്നതാണ്. ഓക്കെ. അപ്പം ഇനി ഇത് ആരെങ്കിലും തൊട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോഴ്സസ് ഉണ്ടോ? എന്താ എല്ലാവരും ഇങ്ങനെ മരിച്ച വിട്ട് പോയിരിക്കുന്നല്ലേ? ഇനി എന്തെങ്കിലും ഉണ്ടോ ഇതിന്റെ അകത്ത് ഫോഴ്സസ്? രണ്ടാമത്തെ അല്ലേ? ഒന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ ഞാൻ അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാൻ വേണ്ടി പോവാണേ. സോ അഗെയിൻ ഞാനൊരു ബോഡി എടുത്തു. അത് കുറച്ച് കുഞ്ഞു ബോഡിയാണ് അല്ലേ? ഏതാണ്ട് നിൽക്കുന്നത് ഈ മോൾ ഭാഗത്തേക്കായിട്ടാണ്. ഞാൻ കുറച്ച് മുകളിലോട്ടേക്ക് തന്നെ ആയിട്ട് വരച്ചു. അതാകുമ്പോൾ ഉണ്ടാവും, കാണാൻ വൃത്തി ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇതിനെ മുകളിലേക്ക് തന്നെ ആക്കിയിട്ട് വരച്ചിട്ടുള്ളത്. ആ ഒരു ചെറിയ കുറച്ച് കുഞ്ഞു ബോഡിയാണ്. ഏകദേശം ഇങ്ങനെയാണ് നിൽക്കുന്നത്. കുറച്ച് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ അത് വരച്ചിട്ടുണ്ട്. ആൻഡ് ഓൾ ഫോഴ്സസ് ഈസ് ഇൻ ഗ്രീൻ കളർ. അപ്പോൾ ആ ഗ്രീൻ കളറിലുള്ള എല്ലാ ഫോഴ്സും ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. വൺ ഫോഴ്സ് ആക്ടിങ് ഡൗൺവേർഡ്സ്, ദാറ്റ് ഈസ് ഫോഴ്സ് ബൈ 200 ന്യൂട്ടൺ. ഓക്കെ, അതാണ് അവിടത്തേക്ക് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫോഴ്സ് വിൽ ബി ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് റിയാക്ഷൻ അറ്റ് ഡി. സോ ആർ ഡി എന്ന് പറഞ്ഞു. ആൻഡ് ദ ലാസ്റ്റ് ഫോഴ്സ് ആക്ടിങ് ഇങ്ങനെ അല്ലേ? ആൻഡ് ദാറ്റ് ഫോഴ്സ് വിൽ ബി ആർ സി ഇറ്റ് സെൽഫ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആർ സി ആർ സി. ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. അത് ക്യാൻസൽ ആയി പോയിക്കോളും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇക്വിലിബ്രിയം ഒക്കെ കിട്ടുന്നത്. അപ്പൊ രണ്ട് ഫോഴ്സിന്റെയും പേര് ആർ സി തന്നെയാണ്. സി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള റിയാക്ഷനാണ്. അപ്പൊ രണ്ടും ഒന്ന് അങ്ങോട്ടേക്കും ഒന്ന് ഇങ്ങോട്ടേക്കും ആയിട്ട് ആക്ട് ചെയ്തോളൂ. അതങ്ങ് തീർന്നോളൂ. അപ്പൊ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? അവിടെ ഒരു എന്ത് വരച്ചോളൂ? നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ നമ്മൾ എന്ത് വരക്കാൻ വേണ്ടി പോവാ? ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും. വൈ ആക്സിസ് വരച്ചു. കഴിഞ്ഞോ? ഈ എല്ലാ ഫോഴ്സസും ഈ കറക്റ്റ് സെന്റർ പോയിന്റ് നിന്നാണോ ഇപ്പം തുടങ്ങിയിട്ടുള്ളത്? ഒന്ന് നോക്കിയേ. നമ്മൾ ഈ വരച്ച ഫോഴ്സസ് ഒക്കെ കറക്റ്റ് സെന്റർ പോയിന്റ് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോകുന്നതാണോ? അല്ലല്ല, ഓരോ ഫോഴ്സസും ഓരോ സ്ഥലത്താണുള്ളത്. അപ്പൊ എനിക്ക് ഇതിനെയൊക്കെ പിടിച്ചിട്ട് എന്താക്കണം? സെന്ററിലേക്ക് കൊണ്ടുപോയി വെക്കണം. ഒന്നുകിൽ ഇവിടെ തന്നെ വെക്കാം, പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ പുതിയൊരു ഫിഗർ വരച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടത്തേക്ക് വെക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് ആർ എ എന്ന് പറഞ്ഞ ഫോഴ്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെ. ഈ ഒരു ഫിഗറിൻ്റെ അകത്ത് ഞാൻ ആർ എനെ കൊണ്ടുവരികയാണ്. കാരണം ലോസ് ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ആ ലൈനിൽ കൂടെ അങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുവരാം. അയ്യോ, സോ ആർ എ എന്തായി? ആർ എ ഇവിടെ എത്തി. കഴിഞ്ഞ ഇനി ഒരു ആർ സിയും കൂടി ഉണ്ട്. ആർ സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എങ്ങനെയായിരിക്കും? ഏതാണ്ട് ഇങ്ങനെയാണ് പോകുന്നത്. ഇതാണ് ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ. സോ അതിലൂടെ എനിക്ക് ഈ ആർ സിനെ കൊണ്ടുവരാന്നാ പറഞ്ഞിട്ടുള്ളത്.
അല്ലേ? അപ്പോൾ ഞാനത് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. RCനെ താത്തി RCന്റെ ഫോഴ്സസ് ഒക്കെ എടുത്ത് കറക്റ്റ് സെന്ററിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന രീതിയിലേക്ക് ആക്കി. RC കഴിഞ്ഞു. പക്ഷെ എനിക്ക് ഈ ആംഗിൾ അറിയില്ലേ, അങ്ങനെ ഒരു വിഷയമുണ്ട് അല്ലേ? എനിക്ക് ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്, പക്ഷെ ആ ആംഗിൾ എനിക്ക് അറിയില്ല. അല്ലെങ്കിൽ ഈ ആംഗിൾ, ഏത് ആംഗിൾ കിട്ടിയാലും മതി. ഈ ഒരു RC എന്ന് പറഞ്ഞ ഫോഴ്സ് മാത്രമേ ആംഗിളിലുള്ളൂ, അതെനിക്കറിയില്ല. ഓക്കെ, അത് നമുക്ക് കണ്ടുപിടിക്കാം. അതിനുള്ള കുട്ടൻസ് ഒക്കെ നമുക്ക് പിന്നെ പറയാം. ഇനി ഞാൻ ഈ ഫോഴ്സ് രണ്ടാമത്തെ ബോഡിയിലേക്ക് പോവാണ്. ഇത് നമ്മളെ ബോഡി നമ്പർ 1ഉം ബോഡി നമ്പർ 2. സെക്കൻഡ് ബോഡിയിലേക്ക് പോകുന്ന സമയത്ത് എല്ലാ ഫോഴ്സസും നോക്കുന്നു. കറക്റ്റ് സെന്ററിൽ നിന്നാണോ പോകുന്നത്? ഇല്ലല്ല, RD കുറച്ച് ഇങ്ങോട്ടേക്കാണ്. സോ അതിനെ ഞാൻ എടുത്തിട്ട് എവിടത്തേക്ക് കൊണ്ടിട്ടു? ഇങ്ങോട്ടേക്ക് മാറ്റി. പേരും എല്ലാത്തിനെയും എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വെച്ചു. ഇതാണ് RD. നെക്സ്റ്റ് RC എന്ന് പറഞ്ഞ ഫോഴ്സ് എവിടെ നിന്നല്ല പോകുന്നത്? സെന്ററിൽ നിന്നല്ല പോകുന്നത്. അപ്പൊ ഞാൻ അവിടെ എന്ത് ചെയ്തു? ആദ്യം അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ വരച്ചു കൊടുത്തു. ലൈൻ ഓഫ് ആക്ഷൻ വരച്ചെടുത്ത് എനിക്ക് മനസ്സിലായി അവിടെ അതിലൂട്ട് എനിക്ക് കൊണ്ടുപോകാം, എന്നിട്ട് കറക്റ്റ് സെന്ററിലേക്ക് എത്തിക്കാം. സോ ഞാൻ അതിനെ ഇങ്ങനെ കൊണ്ടുവന്നു. എന്തോ കുറച്ച് RB ഫോഴ്സ്. ശരിയാ, നേരത്തെ ഫിഗറിൻ്റെ അകത്ത് ഞാൻ അതുണ്ടല്ലേ എടുക്കാൻ വിട്ടുപോയി. RB എന്ന് പറഞ്ഞൊരു കളക്കുരുപ്പീടി ഉണ്ടായിരുന്നു, ഇവരെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ RBനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാണേ. അതിൻ്റെ അടുക്ക വിട്ടുപോയതാ. RB ഇപ്പൊ നമ്മൾ ഈ രണ്ട് ഫിഗറിൻ്റെ അകത്തും എന്താക്കി? നമ്മളെ ഫോഴ്സസിനൊക്കെ കറക്റ്റ് സെന്ററിലേക്ക് കൊണ്ടുവന്ന് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു അല്ലേ? ഇപ്പൊ കാണാനൊക്കെ ഒരു വൃത്തിയായി. ഇനി നമുക്ക് പണ്ട് ചെയ്ത പോലെ ചെയ്യാൻ പറ്റും പരിപാടികളൊക്കെ. രണ്ട് സെപ്പറേറ്റ് ഫിഗർ എടുക്കാതെ ഫിഗർ 1ന്റെ ആദ്യം ചെയ്യാം, അല്ലെങ്കിൽ ഫിഗർ 2ന്റെ ആദ്യം ചെയ്യാം. ഫിഗർ 1 ഫിഗർ 2 സെപ്പറേറ്റ് നമ്മൾ കണ്ടുപിടിക്കാം. എല്ലാ ബോഡിയും എന്താന്ന് ഇക്വിലിബ്രിയത്തിലാണ്. 1 ആയാലും 2 ആയാലും ഇക്വിലിബ്രിയത്തിലുള്ളത്. സോ സെപ്പറേറ്റ് തന്നെ കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്ന് കിട്ടും. അപ്പൊ ഇനി നമുക്ക് അറിയേണ്ടത് ആംഗിളാണ്. ഇതിൻ്റെ അകത്ത് ആംഗിൾ കിട്ടണം. ഒന്നുകിൽ RC ഇവിടെ ആയിട്ട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മോൾ ഭാഗമായിട്ട് ഉണ്ടാക്കുന്നത്, ഏതെങ്കിലും ആംഗിൾ. ഓക്കെ, ഇവിടെ RC എന്ന് പറഞ്ഞത് ഒരു ആംഗിളിലാണ് ഉള്ളത്. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത് എനിക്ക് അറിയണം. അതേപോലെ തന്നെ വേറെ ആര് ആംഗിൾ ആയിട്ടാണുള്ളത്? ഇവിടെയുള്ള RCയും ഒരു ആംഗിളിലാണ് ഉള്ളത്. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇതൊക്കെ അറിയണം. അതിനെ ഇനി എങ്ങനെ കണ്ടുപിടിക്കാം? എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? ഈ ഒരു ഫിഗർ നോക്കിയിട്ട് അതിനെ കണ്ടുപിടിക്കണം നമ്മൾ. അത് വി വിൽ ബി ഫൈൻഡിങ് ഔട്ട്. ചിന്തിച്ചു നോക്കിയേ, സിമ്പിൾ ഐഡിയ ഉണ്ട്. ഒരു വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്ക്. അങ്ങനെ കണ്ടുപിടിക്കാം. എനിക്ക് ദൂരങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇവിടുന്ന് തൊട്ട് ഇങ്ങനെ അറ്റം വരെയുള്ള ദൂരമൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം RC ആക്ട് ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം RC എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ലൈൻ ഓഫ് ആക്ഷനിലാണ്. ഈ ഒരു ലൈൻ ഓഫ് ആക്ഷനിൽ RC ആക്ട് ചെയ്യുന്നു. അപ്പൊ എനിക്ക് ഏതെങ്കിലും ഒരു ആംഗിൾ കിട്ടിയാൽ മതി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു സൂത്രപ്പണി പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കാണും. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഒരു തീറ്റ ഉണ്ടാവും, ഇവിടെ വേറെ ഏതെങ്കിലും ഒരു തീറ്റ ഉണ്ടാവും. അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിയാൽ മതി. θ1 θ2 രണ്ട് സെയിം ആവണമെന്നില്ല. സോ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിയാൽ മതി, പ്രശ്നം തീർന്നു.
എങ്ങനെ കണ്ടുപിടിക്കാം? പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാ കണ്ടുപിടിക്കുക? പക്ഷെ എനിക്ക് സൈഡുകളൊക്കെ അറിയണം അത്ര ഉണ്ട്. അതൊക്കെ എങ്ങനെയാന്ന് കണ്ടുപിടിക്കല്? അതിനും ഒരു ട്രിക്ക് ഉണ്ട്. ഫുൾ സൂത്രപ്പണികളാണ്. 2 റേഡിയസ് തന്നിട്ടുണ്ടല്ലോ, അതെ, അതന്നെ പരിപാടി. ഇതാണല്ലോ ഈ ബോഡീന്റെ റേഡിയസ്. എത്രയാണ്? 2 മീറ്റർ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ബോഡീന്റെ റേഡിയസ് ഇതാണ്. സോ 2 ഇത് 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ബാക്കിയുള്ള കിടക്കുന്ന ഇത്രയും ഭാഗം എത്രയായിരിക്കും? ഈ ദൂരം എത്രയായിരിക്കും ബാക്കിയുള്ള? കാരണം എനിക്ക് റേഡിയസ് തന്നിട്ടുണ്ട്. സെന്ററിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരമാണല്ലോ ഒരു റേഡിയസ്. അതേപോലെ തന്നെ സെന്ററിന്ന് ഈ ദൂരമാണല്ലോ ഇതിന്റെ റേഡിയസ്. സോ എനിക്ക് ബാക്കിയുള്ള ഈ ഒരു സൈഡ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും ആ ട്രയാങ്കിളിന്റെ. എങ്ങനെയാ കണ്ടുപിടിക്കുക? മൊത്തം ദൂരം എനിക്കറിയാം 5.6 ആണ് അല്ലെ? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം 5.6 ആണ്. അതിൽ ആദ്യം തന്നെ വരുന്നത് 2 മീറ്റർ ഇപ്പുറം വരുന്നുണ്ട്. 2 മീറ്റർ ഞാൻ വരച്ചു. റൈറ്റിൽ 1 മീറ്ററും ഉണ്ട്. സോ 2 + 1 എത്രയായി? 3. ബാക്കിയുള്ളതായിരിക്കൂലേ ഈ കാണുന്ന സ്ഥലം. അത് 5.6 മൈനസ് 3 എത്ര കിട്ടും? 2.6. സോ അതാണ് ഇവിടുത്തെ വാല്യൂ. ഈ ഒരു സൈഡ് വിൽ ബി 2.6. അതുപോലെ തന്നെ ഈ ദൂരം എത്രയായിരിക്കും? നമ്മളെ തല ഇങ്ങനെ ആലോചിക്കാതിട്ടാണ്, നമ്മളെ തലേനെ ഇങ്ങനെ ഉപയോഗിക്കാണ്ട് വെച്ചിട്ടാണ്. അപ്പൊ എനിക്ക് ആ സൈഡ് കിട്ടിയേ. അത് കിട്ടി. നമ്മളെ അശ്വന്ത് കതിരൂരിന് കിട്ടി. അത് 2.6 മാഞ്ഞു പോയതാണ്. അത് ഞാൻ പറഞ്ഞുതരാം. സെന്ററിന്ന് ഈ തെറ്റത്തേക്കുള്ള ദൂരം എത്രയായിരിക്കും? 2 ആണല്ലോ, കാരണം അത് റേഡിയസ് ആണല്ലോ ഒന്നാമത്തെ ബോഡിന്റെ. അതേപോലെ തന്നെ ഇവിടെ നിന്ന് സെന്ററിലേക്കുള്ള ദൂരം എത്രയാണ്? 1. സോ 2 + 1 എത്രയാണ്? 3 മീറ്റർ. കഴിഞ്ഞു. എനിക്ക് 2 എന്ത് കിട്ടി? 2 സൈഡ് കിട്ടി. സോ എനിക്കിനി ഏത് ആംഗിളും കണ്ടുപിടിക്കാം. ഈ θ1 എത്രയായിരിക്കും? അപ്പൊ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഇനി ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ടിന്റെ പരിപാടി എന്ന് വെച്ചാൽ ആംഗിൾ കണ്ടുപിടിക്കണം. സോ ഫ്രം ട്രയാങ്കിൾ നമുക്ക് പറയാം θ1 കണ്ടുപിടിക്കണമെന്നായിരിക്കും. ഇതാണ് θ1. നമുക്ക് അറിയുന്ന സൈഡ് എന്ന് വെച്ചാൽ ഒന്ന് അഡ്ജസന്റ് സൈഡ്, തൊട്ടടുത്തുള്ള സൈഡും ഹൈപ്പോട്ട്ന്യൂസും അറിയാം. സോ ഏത് ഇത് വേണം എടുക്കാൻ? കോസ് അല്ലേ? കോസ് θ1 ഈസ് ഈക്വൽ ടു 2.6 divided by 3, which is equal to, which implies theta is equal to cos inverse 2.6 divided by 3. എത്ര കിട്ടും? θ1 ആണ്. cos θ1 നിങ്ങൾ ആരും എനിക്ക് പറഞ്ഞു തരില്ല അല്ലേ? കോസ് ഇൻവേഴ്സ് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. 2.6 divided by 3. എനിക്ക് കിട്ടി 29.92 ആണ്. 29.92 ഡിഗ്രി. ഇതാണ് എനിക്ക് കിട്ടിയത്. നോക്കട്ടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയോ? നിങ്ങൾക്കാർക്കും കിട്ടിയില്ല അല്ലേ? കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത തീറ്റ കണ്ടുപിടിക്കാം. ഇവിടെ θ2. ഓക്കെ, അപ്പോൾ അതും ഫ്രം ട്രയാങ്കിൾ തന്നെയാണ്. ഈ തീറ്റ എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ഏതാ സൈഡ്? 2.6 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് അല്ലേ ആ തീറ്റനെ സംബന്ധിച്ചിടത്തോളം? θ2നെ സംബന്ധിച്ചിടത്തോളം ഈ സൈഡ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡാണ്. ഇത് എന്ന് വെച്ചാൽ എന്താണ്? ഹൈപ്പോട്ട്ന്യൂസ് ആണ്.
സോ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടൻസ് എന്ന് പറയുന്ന ആരെയാണ്? സൈൻ തീറ്റ 2 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് 2.6 divided by 3. So theta 2 will be equal to sin inverse 2.6 divided by 3 is equal to എത്ര കിട്ടും? Sin inverse 2.6 divided by 3 equal to 60.07 എന്ന് എനിക്ക് കിട്ടിയത്. 0.07 ഡിഗ്രി. നോക്കട്ടെ ബാക്കിയുള്ളവർക്കൊക്കെ എന്താ കിട്ടിയത്. യെസ്, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് ആംഗിൾ കിട്ടി. ഇത് ഏതായിരിക്കും ആംഗിള്? അതൊന്ന് മാർക്ക് ചെയ്ത്. ഇനി അടുത്ത പരിപാടി ഏതാ? ഈ ഒരു കാണുന്ന ആംഗിള് ഈ ഫിഗറിൽ എവിടെയായിരിക്കും ഉണ്ടാവുക? ഇവിടെയാണ് ഉണ്ടാവുക അല്ലെ? നോക്കിയേ, ഈ ആംഗിള് കാണിച്ചുതരാം. ഈ കാണുന്ന ആംഗിള് എവിടെയാണുള്ളത്? ഫിഗറിന്റെ ഇവിടെയാണുള്ളത്. ഓക്കെ, അപ്പൊ അത് ഈക്വൽ ടു എവിടെയായിരിക്കും? അതിനെ നമുക്ക് എവിടെയാന്നും കൂടി പറയാം. ഈ സൈഡിലുള്ള ആംഗിൾ എനിക്ക് കിട്ടിയത്. സോ അത് ഇത് ഒന്ന് തന്നെയാണ്, സെയിം തന്നെയല്ലേ? അതിന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? തീറ്റ 1 വിൽ ബി 29.92 ഡിഗ്രി. അതവിടെ മാർക്ക് ചെയ്തു. ഇനി തീറ്റ 2 എനിക്ക് എവിടെ ആയിരിക്കും കിട്ടുക? അത് നമ്മൾ മറ്റേ ഫിഗറിലേക്ക് പോകണം. ഈ ഫിഗറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ അടുത്ത് പിടിച്ചു കൊണ്ടുവരാം. തീറ്റ 2നെ ഞാൻ പൊക്കുകയാണ്. തീറ്റ 2നെ ഞാൻ ഇവിടുന്ന് പൊക്കുകയാണേ. ഇവിടുന്ന് പൊക്കി കഴിഞ്ഞാൽ എനിക്ക് എവിടെയാ കിട്ടുക? ഇതല്ലേ ആ സൈഡ്. ഓക്കെ, ഇങ്ങനെ. അപ്പൊ അതന്നെയാ തീറ്റ 2. സോ അത് ഏതുമായിട്ട് ഈക്വൽ ആയിരിക്കും? ഇതായിരിക്കും അതിന്റെ തീറ്റ 2 അല്ലെ? ഈ സൈഡ്, ഈ രണ്ട് ആംഗിൾ ആയിരിക്കും അപ്പോൾ ഈക്വൽ. അപ്പൊ അതെനിക്ക് കിട്ടിയിട്ടുണ്ടായത് 60.something എത്രയായിരുന്നു? 60.07. അപ്പോൾ അത് ഞാൻ എഴുതാം. ഇവിടുത്തെ ആംഗിൾ വിൽ ബി മുകളോട്ടേക്ക് എടുക്കാം. So ഈ ആംഗിൾ വിൽ ബി 60.07 ഡിഗ്രി. അപ്പൊ ഇതുവരെ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇതുവരെ എല്ലാവർക്കും ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. നമ്മൾ ഏതിനായിരിക്കും ആദ്യം തുടങ്ങാം? ഒരു സാമാന്യ ബുദ്ധി വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ഫിഗർ ഉണ്ട്. ഏത് ഫിഗർ എന്നായിരിക്കും സ്വാഭാവികമായിട്ട് ആരായാലും തുടങ്ങുക പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇത് കുറെ ആൾക്കാരാന്നായിരിക്കും. ഇതെല്ലാം ഫോഴ്സസ് ആണല്ലോ. അതെ, 2 വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുക. കാരണം എന്താ? ഇതൊക്കെ കുറെ ആൾക്കാരാന്നായിരിക്കും. കുറെ ആൾക്കാരുടെ ഫോഴ്സസ് ആണിത്. ഓക്കെ, ഈ കുറെ ആൾക്കാർ നിങ്ങളെ അടിക്കാൻ വേണ്ടി വരിക. RB എന്ന് പറഞ്ഞ ആളുണ്ട്, RC എന്ന് പറഞ്ഞ ആളുണ്ട്, 400 ന്യൂട്ടൺ ഉണ്ട്, RA ഉണ്ട്. 4 ആൾക്കാർ അടിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ 3 ആൾക്കാർ തിരിച്ചടിക്കുന്നത് അല്ലെ? സ്വാഭാവികമായിട്ട് നമ്മൾ എവിടത്തേക്കാ പോവാ? ഒറ്റക്ക് പാടാന്ന് അറിയില്ല, ധൈര്യം ഉണ്ടെങ്കിൽ. ഇവർ പക്ഷെ ഒറ്റക്കൊന്നല്ല, ഒരു ഭാഗത്ത് 4 ആളുണ്ട്, ഒരു ഭാഗത്ത് 3 ആളുണ്ട്. അപ്പൊ നമുക്ക് തിരിച്ചടിക്കാൻ കുറച്ചുകൂടെ എളുപ്പം എങ്ങോട്ടേക്കാണ്? 3 ആളുള്ള ഭാഗത്തായിരിക്കും. സോ ഞാൻ ഫിഗർ 2 ആയിരിക്കും ആദ്യം എടുക്കുക ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഫിഗർ 2 എഴുതിയിട്ട് ഞാൻ തുടങ്ങുകയാണ്. 3 ഫോഴ്സസാണ് ഉള്ളത്. നിങ്ങൾക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം അറിയാലോ? ഏതൊക്കെ മെത്തേഡ് ഉണ്ട്? നമുക്കൊരു കിടിലൻ മെത്തേഡ് ഉണ്ടായിരുന്നു, ലാമീസ് തിയറം. 3 ഫോഴ്സസ് ആണ് ഉള്ളെങ്കിൽ ഒന്നുകിൽ അത് ഉപയോഗിക്കാം. ഇതെത്രയാണ്? കാരണം ഈ ആംഗിൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ 60.67 ആണ്. 60.67 പ്ലസ് ഒരു 90 കൂടി ഉണ്ട്. 90 പ്ലസ് 60.67 ആയിരിക്കും ഈ മൊത്തം ആംഗിൾ. പിന്നെ ഈ ആംഗിൾ എത്രയായിരിക്കും? അതും എനിക്ക് കണ്ടുപിടിക്കാം. എത്രയാന്ന്? ഒരു 90 ഉണ്ട്. പിന്നെ ഇപ്പുറം 60.67ന്റെ ബാക്കി വരുമ്പോഴത്തേക്ക് എത്ര വരും? ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് 90 മൈനസ് 60.67 ആണ്. അതുപോലെ തന്നെ ഇപ്പുറം എന്ന് പറഞ്ഞാൽ 90 ആണ്. ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി മൊത്തം എത്ര കിട്ടും?
കുറെ എഴുതിയിട്ട് വൃത്തിയിടാക്കുന്നില്ല. ഒന്നിക്കൽ ലാമിസ് തിയറം ഉപയോഗിക്കുക. ക്വസ്റ്റ്യൻ്റെ അകത്ത് പറയാ ബൈ ലാമിസ് തിയറം എന്ന് പറഞ്ഞിട്ട് എഴുതാം. പക്ഷെ ലാമിസ് തിയറം വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എനിക്ക് ആംഗിൾ മൊത്തം അറിഞ്ഞിരിക്കണം. അതൊന്നുകൂടെ പറഞ്ഞുതരാം. കയ്യിലധികം സമയമില്ല, ഒന്നും വായിച്ചുള്ളത്. എനിക്ക് ഈ ഒരു ആംഗിൾ അറിയാം, 60.67 ആണ്. പക്ഷെ എനിക്ക് അറിയേണ്ടത് രണ്ട് ഫോഴ്സസ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്. സോ ഇതെന്ന് വെച്ചാൽ ഈ മൊത്തം ആംഗിൾ എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 90 + 60.67 ആയിരിക്കും. അത് എത്ര വരും നോക്കുക, അത് എഴുതി വെക്കുക. അതേപോലെ തന്നെ എനിക്ക് ഈ ഒരു ആംഗിൾ അറിയണം. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 - 60.67 ആയിരിക്കും. കഴിഞ്ഞില്ല, എനിക്ക് ഈ രണ്ട് ഫോഴ്സസ് തമ്മിലുള്ള ആംഗിളാണ് വേണ്ടത്. RC-യും 200-ഉം തമ്മിലുള്ള ആംഗിളാണ് വേണ്ടത്. അപ്പോൾ ഈ കിട്ടിയ ഉത്തരത്തിന്റെ കൂടെ എന്ത് ചെയ്ത് കൊടുക്കുക? ഒരു +90 കൂടി കൊടുക്കുക. 90 + 90 - 60.67. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് വാല്യൂ കിട്ടും. എന്നിട്ട് ലാമിസ് തിയറോട് അപ്ലൈ ചെയ്ത് കൊടുത്തേ. എത്ര ആംഗിൾ? ആംഗിളൊക്കെ കണ്ടുപിടിച്ചത് എത്ര ആൻസർ എന്നൊന്ന് പറഞ്ഞേ. ലാമിസ് തിയറം എനിക്കറിയാം. ലാമിസ് തിയറം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഫോഴ്സ്, അതായത് RC ഡിവൈഡഡ് ബൈ ബാക്കി രണ്ട് ഫോഴ്സ് തമ്മിൽ ഉണ്ടാക്കുന്ന സൈനിന്റെ ആംഗിൾ. സോ സൈൻ 90 ആണ്. ബാക്കി രണ്ട് ഫോഴ്സ് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. വിൽ ബി ഈക്വൽ ടു വേറെ ഫോഴ്സ് 200 ന്യൂട്ടൺ ആണെന്നിരിക്കും. ന്യൂട്ടൺ ഒന്നും എഴുതണ്ട, 200 ഡിവൈഡഡ് ബൈ ബാക്കി രണ്ട് ഫോഴ്സസ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര കിട്ടിയ? സൈൻ. ബാക്കി രണ്ട് ഫോഴ്സസ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര കിട്ടിയത്? 119.3. 119.3 ഒരാൾ അയച്ചെന്നതാണ്, ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചല്ല. നെക്സ്റ്റ്, പിന്നെ അടുത്ത ലാസ്റ്റ് ഫോഴ്സ് ഉള്ളത് RD ആണ്. സോ RD ഡിവൈഡ് ബൈ സൈൻ അവിടുത്തെ ബാക്കി രണ്ട് ഫോഴ്സ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? അവിടെ നിന്നുള്ള ആംഗിൾ ഈ ഫുൾ ആംഗിൾ എത്രയാണ്? എന്താ പറ്റി നിങ്ങളാരും പറഞ്ഞുതരാത്തത്? ആറ് വേണേ കണ്ടുപിടിച്ചോട്ട് എന്നുള്ള രീതിയിലാണല്ലോ ഉള്ളത് എല്ലാവരും. അതും 119.3 തന്നെയാ? സെയിം തന്നെയാ? സെയിം ആവാൻ സാധ്യതയില്ലല്ലോ. സെയിം ആവില്ല എന്തായാലും. ആ 150.07. ഏത് മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതാണോ? 119. ഞാൻ ആദ്യം എഴുതിയത് 119.3 ആ. നിങ്ങളെനിക്ക് പറഞ്ഞില്ലല്ലേ, ഞാൻ സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. നോക്കട്ടെ. 90 + 60.7 150.67 അതാണ് എനിക്കിവിടെ കിട്ടുന്നത്. അപ്പൊ ഇത് 11 ഒക്കെ കൂടിയിട്ട് അപ്പം മറ്റേതാണ് നമ്മള് 119.3. അപ്പൊ എനിക്ക് എന്ത് കണ്ടുപിടിക്കുക? ഏതെങ്കിലും രണ്ട് ഇക്വേഷൻ എടുക്കുക. ഈ രണ്ട് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് RC = എത്രയാന്ന് കിട്ടും. അതേപോലെ തന്നെ അടുത്ത രണ്ട് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ
എനിക്ക് എന്ത് കിട്ടും? ആർ ഡി ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും. അത് രണ്ടും കണ്ടുപിടിക്കുക. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് അടുത്ത ഫിഗറിലാണ്. അടുത്ത ഫിഗർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം അല്ലേ? സിമ്പിളാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ തീർക്കാൻ പറ്റുന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്, ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. 4 ഉണ്ടെങ്കിൽ നമുക്ക് ലാമിസ് തിയറി ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. സോ സിഗ്മ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുക. സിഗ്മ എഫ് ഓഫ് വൈ ഈക്വൽ ടു 0 ആണെന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കുക എത്രയാണ് വരുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് 2 ഇക്വേഷൻ കിട്ടും. 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ഉപയോഗിക്കുക? കാൽക്കുലേറ്റർ ഉപയോഗിക്കുക, എന്നിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, സ്വന്തമായിട്ട് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. കാൽക്കുലേറ്ററിൻ്റെ അകത്ത് ആ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് ഉത്തരം കിട്ടും. നോക്കിക്കോ, നമുക്ക് ഇതിനകത്തുള്ള ആർ സിന്റെ വാല്യൂ ഓൾറെഡി കിട്ടുകയാണേ. ആർ സിന്റെ വാല്യൂ എവിടെ ഉണ്ട്? നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അറിയാത്ത ആൾക്കാർ എന്ന് വെച്ചാൽ ആർ എയും ആർ ബിയും മാത്രമായിരിക്കും ഈ ഫിഗർ ചെയ്യും. അപ്പോൾ ആർ ഐക്കും ആർ ബിക്കും 2 ഇക്വേഷൻ കിട്ടും. കാരണം സിഗ്മ എഫ് ഓഫ് എക്സിന്റെ അകത്തുനിന്ന് കിട്ടും, സിഗ്മ എഫ് ഓഫ് വൈന്റെ അകത്തുനിന്ന് കിട്ടും. ഒന്നുകിൽ കാൽക്കുലേറ്റർ വെച്ചിട്ട് ചെയ്യാം, ചിലപ്പോൾ അതിന്റെ ആവശ്യം വരില്ല, കാൽക്കുലേറ്റർ ഒന്നും ഉപയോഗിക്കേണ്ടിയില്ല. ഇക്വേഷൻ്റെ അകത്ത് തന്നെ നമുക്ക് ഉത്തരം കിട്ടുമായിരിക്കും. ഒന്ന് ട്രൈ ചെയ്തോ. ഓക്കെ, 6. ഇപ്പൊ എല്ലാവരും എത്തിയല്ലേ? എല്ലാവരും ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 13.